ഒരു കസേര 135 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 10% ലാഭം കിട്ടാൻ കസേര എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ 175, 165, 170, 160. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ആദ്യം മനസ്സിലാകട്ടെ വെച്ചാൽ നമ്മൾ വാങ്ങിയ വില, വിറ്റ വില എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ വാങ്ങിയ വിലയെ നമ്മളെപ്പോഴും കണക്കാക്കുന്നത് 100%. അപ്പം ഈ ഒരു കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കസേര അദ്ദേഹം വാങ്ങിച്ചത് ഒരു എമൗണ്ട് ഉണ്ട്, അതായത് വാങ്ങിയ വിലയുണ്ട്, അത് 100%. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വില എത്രയാണോ ആ എമൗണ്ട് ആ ബിസിനസ്സിൽ കിട്ടിയിട്ടില്ല, അതിലും താഴെ എമൗണ്ട് കിട്ടിയതുകൊണ്ടാണ് 10% നഷ്ടം സംഭവിച്ചത്. അപ്പോൾ വാങ്ങിയ വില 100% എടുക്കുകയാണെങ്കിൽ 10% നഷ്ടം സംഭവിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ 135 എന്ന് പറയുന്നത് 90% എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, 10% ലാഭം കിട്ടണം, അതായത് വാങ്ങിയ വിലയായ 100% കിട്ടണം, അതിൻ്റെ കൂടെ 10% ലാഭം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 + 10 110%. നിങ്ങൾ പ്രത്യേകം ഇത്രയും ഓർത്താൽ മതി, വേറെ ഒന്നുമല്ല. നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ അത് 100ൽ നിന്നും കുറയ്ക്കുക, ലാഭമാണെങ്കിൽ അത് 100നോട് കൂട്ടുക. ഓക്കെ. അപ്പോൾ 90% 135 ആണെങ്കിൽ 110% എത്ര എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. 135 × 110 / 90. നമ്മുടെ ആൻസർ 165. ഓക്കെ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ഉള്ള പ്രചോദനം. അപ്പം എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ.